Praise God. Amen. എല്ലാവരും ക്ഷീണത്തിലാണോ? നാം തുടർന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ വേണ്ടി ആരംഭിക്കുകയാണ്. We are starting to meditate on the word of God. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. God's presence is with us. നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നുവോ അത്രത്തോളമാണ് നാം ദൈവകൃപകളെ അനുഭവിക്കുന്നത്. How much we submit and surrender before God, that much presence of God we experience. Amen. Amen. ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വരുന്നത് നാം എത്രത്തോളം സ്വീകരിക്കുന്നുവോ എത്രത്തോളം നമ്മുടെ ചെവികളെയും നമ്മുടെ ഹൃദയങ്ങളെയും തുറക്കുന്നുവോ അത്രത്തോളമാണ് വചനം നമ്മിൽ ക്രിയ ചെയ്യുന്നത്. As much as we open our hearts and our ears for the word of God, that much word of God comes in us and works in us. ഹല്ലേലൂയ. Hallelujah. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ സൗഖ്യമായിട്ടില്ലെങ്കിൽ നമുക്ക് സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. Even if the presence of God is in our midst, if our senses are not exercised or healed, we will not be able to experience that presence of God. ദൈവത്തിൻ്റെ വചനം എത്ര നമ്മിലേക്ക് വന്നാലും അത് വേണ്ട പോലെ സ്വീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വചനത്തിൻ്റെ ജീവനും ആത്മാവും നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. Even though the word of God comes in us much, but if we do not know how to receive it, we will not be able to experience the life and spirit in the word of God. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിൻ്റെ ഓരോ വചനവും അവൻ്റെ ജീവനാലും ആത്മാവിനാലും നിറഞ്ഞതാണ്. Each word of God is filled with his spirit and his life. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമ്മൾ കുറച്ച് അറിവിന് വേണ്ടിയല്ല ദൈവത്തിൻ്റെ വചനത്തെ പ്രസംഗിക്കുന്നത്. We are not preaching the word of God just to gain some knowledge. ആമേൻ. Amen. മറിച്ച് ദൈവത്തിൻ്റെ ജീവനെയും ആത്മാവിനെയും പ്രാപിക്കാൻ വേണ്ടിയാണ് നാം വചനത്തിന് മുമ്പായിരിക്കുന്നത്. But we are before the word of God to receive the life and spirit of God. ആമേൻ. Amen. നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ ജീവനാണ്. What we need is the life of God. നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ ആത്മാവാണ്. What we need is the spirit of God. ലോകത്തിൻ്റെ എത്ര കാര്യങ്ങൾ ലഭിച്ചാലും ഒരിക്കലും നമ്മൾ തൃപ്തരാകുന്നില്ല. No matter how much things you receive in this world, we will never be satisfied. ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ അവസാനിച്ചു പോവുകയും ചെയ്യും. And everything in this world will end with this world. എന്നാൽ നമ്മൾ നിത്യമായി ജീവിക്കേണ്ട മനുഷ്യരാണ്. But we are to live eternally. ദൈവം നമ്മെ നിർമ്മിച്ചത് നിത്യമായി ജീവിക്കാൻ വേണ്ടി. God has created us to live for eternity. നമുക്ക് മരണമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. We need to know that we have no death. മരണത്തെക്കുറിച്ച് പുസ്തകം പറഞ്ഞിരിക്കുന്നത് അത് ഉറക്കം, നിദ്ര എന്ന് മാത്രമാണ്. And about the death that is mentioned in the Bible is sleep. It's just a sleep. ലാസർ മരിച്ചു കിടക്കുമ്പോൾ യേശു പറഞ്ഞത് അവൻ ഉറങ്ങുകയാണെന്നാണ്. When Lazarus was dead, Jesus said he is just sleeping. 4 ദിവസമായി കല്ലറയിലായിട്ട്. He was in the tomb for 4 days. നമുക്കത് മരണമാണ്. For us it's death. കർത്താവിനത് മരണമല്ല, വെറും ഉറക്കം But for മാത്രമാണ്. Jesus it was not death, it was a sleep. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം നമുക്ക് വചനം തന്നിരിക്കുന്നത് അവൻ്റെ ജീവനെ സമൃദ്ധിയായി പ്രാപിക്കാനാണ്. God has given us his word that we may receive his life in abundance. അവൻ്റെ ആത്മാവിനെ സമൃദ്ധിയായി That പ്രാപിക്കാനാണ്. we may receive his spirit in abundance. നമുക്ക് ആവശ്യം, ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം കർത്താവിൻ്റെ ജീവനെയും ആത്മാവിനെയും സമൃദ്ധിയായി പ്രാപിക്കുക എന്നുള്ളതാണ്. And our greatest need today is that we receive his life and spirit in abundance. അവൻ്റെ ജീവനും അവൻ്റെ ആത്മാവും നമ്മുടെ അകത്ത് നിറയണം. And his life and spirit has to fill within us. അവൻ്റെ ജീവനും ആത്മാവും നമ്മുടെ കൂടിവരവിൽ നമ്മുടെ നടുവിൽ വെളിപ്പെടണം. And his life and spirit has to manifest whenever we gather together. അകത്തും പുറത്തും ഒരുപോലെ ദൈവജീവന്റെ സമൃദ്ധി, ദൈവാത്മാവിന്റെ സമൃദ്ധി നാം അനുഭവിക്കണം. We need to experience the abundance of his life and spirit within us and also among us. നമ്മുടെ ജീവിതത്തിൽ ശരിയായിരിക്കുന്ന സൗഖ്യം നടക്കണമെങ്കിൽ, വിടുതൽ നടക്കണമെങ്കിൽ, രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ ജീവനും ആത്മാവും സമൃദ്ധി
സമൃദ്ധിയായി നാം പ്രാപിക്കണം. If we need in our lives to have complete healing, complete deliverance, we need this abundance of life and Spirit of God. ഹല്ലേലൂയ. Hallelujah. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ടുണ്ട്, ജീവൻ വന്നിട്ടുണ്ട്. When we were born again, the life of God and the Spirit of God has already come in our spirit. ഓരോ പ്രാവശ്യവും പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ And നമുക്കുണ്ടായിട്ടുണ്ട്. we have different experiences of the Holy Spirit at many times. പരിശുദ്ധാത്മ സ്നാനം നാം We have പ്രാപിച്ചിട്ടുണ്ട്. received the baptism in the Holy ഓരോ Spirit. പ്രാവശ്യവും പുതിയ നിറവുകൾ And every പ്രാപിച്ചിട്ടുണ്ട്. time we receive more infilling. ആമേൻ. Amen. അവിടെ കൊണ്ടൊന്നും നമ്മുടെ വിടുതൽ പൂർണ്ണമാകുന്നില്ല. And with all that, our healing is not yet complete. ഇന്നലെ പ്രിയ സഹോദരി പറഞ്ഞ് ഞാൻ കേട്ടു, നമ്മുടെ പാത്രത്തിന് ഹോളുണ്ടെങ്കിൽ, ഓട്ടയുണ്ടെങ്കിൽ നാം പ്രാപിക്കുന്നത് അങ്ങ് ഒഴുകിപ്പോകും. And I heard yesterday our dear sister was telling, if our vessel has a hole in it, whatever we receive, it starts draining away. അപ്പോൾ നാം പ്രാപിക്കാത്തതല്ല ഒരു കുഴപ്പം. So it's not the problem that we are not പക്ഷെ receiving, പ്രാപിച്ചത് അങ്ങ് ഒഴുകിപ്പോകുന്നതാണ് കുഴപ്പം. but the problem is whatever we receive, it's draining away. പ്രാപിച്ച നിറവിനെ നമുക്ക് സൂക്ഷിക്കാൻ We are കഴിയുന്നില്ല. not able to keep what we have received. ഹല്ലേലൂയ. Hallelujah. നാം അങ്ങ് ഉണങ്ങി നിർജീവമായി വരണ്ടു പോവുകയാണ്. We are becoming like a wilderness. We are drying away. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവജീവൻ നമ്മുടെ അകത്ത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് പൂർണ്ണമായി നിറഞ്ഞ് നിലനിൽക്കുന്ന വർദ്ധിക്കുന്ന ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. God is healing us in a way that we can experience the life and the Spirit of God and sustain in it. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മിൽ പൂർണ്ണമായി നിറയണം. The light of God has to fill in us completely. ദൈവത്തിൻ്റെ ജീവൻ നമ്മിൽ പൂർണ്ണമായും നമ്മുടെ ഈ സിസ്റ്റത്തിൽ നിറയണം. The life of God has to fill in us completely in our അപ്പോൾ system. മാത്രമേ നമുക്ക് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടാൻ Only കഴിയുള്ളൂ. then we can be completely sanctified. പൂർണ്ണമായി നമുക്ക് സൗഖ്യമാകാൻ Then കഴിയുള്ളൂ. only we can be completely healed. പൂർണ്ണമായി വിടുവിക്കപ്പെടാൻ We കഴിയുകയുള്ളൂ. can be completely delivered. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് വന്ന ഒരു വചനം ഞാൻ വായിക്കുകയാണ്. When I was praying here in the morning, the scripture came in my heart and I want to read that for you. ആ വചനമാണോ ഞാൻ പ്രസംഗിക്കുകയെന്ന് എനിക്ക് അറിയത്തില്ല. I don't know if I'm going to preach that scripture. പക്ഷെ പരിശുദ്ധ ആത്മാവ് ഇന്ന് നമുക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ശബ്ദത്തെ അറിയിക്കും. But the Holy Spirit will make us to hear what we need to hear today. ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടി വെളിപ്പെടും. And the word of God will manifest for us. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവനും ആത്മാവും നമ്മിലേക്ക് ഇറങ്ങി വരും. And the life and the Spirit of God from the word will come within us. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടും. And the power of God will overshadow us. നമ്മൾ വിടുവിക്കപ്പെടേണ്ട സകല മേഖലകളിലും ദൈവത്തിൻ്റെ സൗഖ്യവും വിടുതലും And വന്നുകൊണ്ടിരിക്കും. wherever we need healing and deliverance, God's healing and deliverance will come upon ദൈവം us. നമ്മെ രക്ഷിച്ചത്, സഭയിലാക്കി വെച്ചത് നമ്മുടെ ആത്മദേഹി ദേഹത്തെ സമ്പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. God has saved us and placed us in the church that He may sanctify us completely. നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും പൂർണ്ണമായി ശുദ്ധീകരിക്കാൻ To വേണ്ടിയാണ്. sanctify our spirit, soul and body completely. ആ പൂർണ്ണമായ ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് പല കുഴപ്പങ്ങൾ അകത്തുള്ളത്. And because we are not completely sanctified, that is why we have many problems in us. തെസ്സലോനിക്കർ 5:23-24 ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:23-24 കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും സമ്പൂർണ്ണമായി First വിശുദ്ധീകരിക്കുമെന്നാണ്. Thessalonians chapter 5 verse 23 and 24 clearly says that God Himself will sanctify our spirit, soul and body completely. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുമെന്നാണ്. He said He will completely sanctify our bodies. അങ്ങനെ നോക്കിയാട്ടെ. Please look at me. ശരീരത്തെ സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടാൽ പിന്നെ ശരീരത്തിൽ രോഗം കാണുമോ? If our body are completely sanctified, will we have any sickness in our body? ഹലോ. ദൈവം നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും വിശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. God said He will completely sanctify our body. അത് ഈ ബോഡിയെ കുറിച്ചാണ് പറയുന്നത്. And He's talking about this body. തേജസ്കരിക്കപ്പെടുന്ന കർത്താവിൻ്റെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന അല്ലെങ്കിൽ രൂപാന്തരപ്പെടുന്ന തേജസ്കരിക്കപ്പെടുന്ന ശരീരത്തെക്കുറിച്ചല്ല. He's not talking about the body that will be glorified and at His second coming. ആമേൻ.
Amen. ഈ ബോഡിയെ കുറിച്ച് He's പറഞ്ഞിരിക്കുക. talking about this body. നിങ്ങൾ ആ വചനം വിശ്വസിക്കണം. We need to believe in that scripture. നിങ്ങൾ ആ വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അനുവാദമില്ല. I have no authority to ask you if you believe or not. വിശ്വസിക്കണം. You need to believe. കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. Because God said it like that. ദൈവം നിങ്ങളെ പൂർണ്ണമായും He വിശുദ്ധീകരിക്കട്ടെ. will completely sanctify you. നമ്മുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെയും പൂർണ്ണമായി വിശുദ്ധീകരിക്കണമെന്നാണ്. He said he will completely sanctify our spirit, soul and body. അതിന്റെ 24-ാം വാക്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ അത് നിവർത്തിക്കുമെന്നാണ്. Verse 24 says, he who called you is faithful and he will do it. അവൻ അത് He will നിവർത്തിക്കുമെന്നാണ് fulfill it ഈ ഭൂമിയിൽ വെച്ച്. in this world. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നമ്മുടെ ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളോട്. നമ്മുടെ ശരീരത്തെ ഈ വചനപ്രകാരം ദൈവം സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ പിന്നെ ആ ശരീരത്തിൽ രോഗം കാണുമോ? And I'm asking this question, if when God completely sanctifies this body, will there be any sickness in this body? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ആമേൻ. ഉണ്ടല്ലോ, ഉണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു പോകണം. We need to think about നമ്മൾ ഈ this. വചനങ്ങളൊക്കെ എത്രയോ 100 കണക്കിന് പ്രാവശ്യം ഈ സഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. We have preached these words many times in this place, in this church. പക്ഷെ പ്രസംഗിച്ചതെല്ലാം ഈ നാളുകളിൽ നമുക്ക് പ്രായോഗികമായി അനുഭവിക്കണം. But whatever we preached, we need to experience them in our practical life today. കർത്താവ് അങ്ങനെ സഭയെ മാറ്റിക്കൊണ്ടിരിക്കുക. And God is changing the church like that. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ലഭിച്ച വചന വെളിപ്പാടുകൾ പ്രായോഗികമായ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുക. Every revelations that we received from the word is going to now manifest in our life. ഹല്ലേലൂയ. Hallelujah. ഞാനൊരു സാധാരണ ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. നമ്മുടെ ശരീരത്തെ കർത്താവ് പൂർണ്ണമായി വിശുദ്ധീകരിക്കും, പിന്നെ ആ ശരീരത്തിൽ രോഗം കാണുമോ? I'm asking a simple question. God will completely sanctify our body, and when God completely sanctifies, will there be sickness in our body? ഇല്ല. No. നിങ്ങളുടെ ധാരണ എന്താണെങ്കിലും എനിക്ക് ഉറപ്പാ ഉണ്ടാകില്ല. I don't know what you think, but I am confirmed that it won't be there. അപ്പൊ എന്തുകൊണ്ടാ ശരീരത്തിൽ പിന്നെ രോഗം നിൽക്കുന്നത്? Then why is the sickness remaining in our bodies? നമ്മുടെ ശരീരത്തിന്റെ വിശുദ്ധീകരണം പൂർണ്ണമാകാത്തതുകൊണ്ടല്ലേ? It's because our body has not been completely sanctified. നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹി, നമ്മുടെ ബുദ്ധി, മനസ്സ്, ഹൃദയം, നമ്മുടെ വികാരം ഇതെല്ലാം പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ദേഹിയിൽ ഒരശുദ്ധിയും ഒരു കുറവും ഉണ്ടാകത്തില്ല. When our soul, our mind, our emotions, our will, when it is completely sanctified, there will be no filthiness in our soul. നമുക്ക് നന്നായിട്ട് ഉള്ള പഠനമുണ്ട്. അതായത് നമ്മുടെ ദേഹിയിലെ എല്ലാ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ പ്രാണനിലെ ഹൃദയത്തിലെ സകല നിഷേധാത്മകമായ വികാരങ്ങളും നമ്മുടെ ശരീരത്തിൽ രോഗമായി വെളിപ്പെടും എന്ന് നമുക്കറിയാം. We have clear teaching and we know that every negative emotions will turn out to sickness in our bodies. Amen. Amen. നമ്മുടെ ദേഹിയിൽ ഉള്ള നിഷേധാത്മകമായ എല്ലാ വികാരങ്ങളും ക്രമേണ നമ്മുടെ ശരീരത്തിൽ രോഗമായി വെളിപ്പെടും. Every negative emotions in our soul eventually will manifest as sicknesses in our bodies. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, പ്രാണനിൽ ഇത്തരത്തിലുള്ള അശുദ്ധികൾ അവസാനിച്ചാൽ, ശുദ്ധീകരിക്കപ്പെട്ടാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകത്തില്ല. Then when these negative emotions are being cleansed and healed, there won't be any sicknesses in our bodies. നിങ്ങളിത് വിശ്വസിക്കണം. We need to believe this. Amen. Amen. നിങ്ങൾ വചനത്തെ വിശ്വസിക്കണം. You need to believe the word. വചനത്തെ വചനമായി തന്നെ സ്വീകരിക്കണം. Receive the word as it is. അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ As സ്വീകരിക്കണം. it is said, we need to receive it. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. വചനത്തെ വചനമായി തന്നെ We need സ്വീകരിക്കണം. to receive the word as it is. അപ്പം നമ്മുടെ അകത്ത് ഒത്തിരി അശുദ്ധികൾ അവശേഷിക്കുകയാണ്. There is a lot of uncleanness that remains in us. അത് നമുക്ക് തന്നെ അറിയാം. And we know it ourselves. ഒത്തിരി തകർച്ചകൾ There's അവശേഷിക്കുകയാണ്. a lot of brokenness in us. Amen. Amen. ആ തകർച്ചകൾ, നിഷേധാത്മകമായ വികാരങ്ങൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ അകത്തു വരുന്ന ദൈവജീവനെ
ആത്മാ സാന്നിധ്യത്തെ, തേജസ്സിനെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്തത്? Because we have this brokenness and negative emotions in us, that is why we are not able to keep the presence of God and the glory of God that is coming within us. ഇത്തരത്തിലുള്ള തകർച്ചകളും മുറിവുകളും നിഷേധാത്മകമായ വികാരങ്ങളും പാപങ്ങളും ഒക്കെയാണ് നമ്മുടെ ദേഹിയിലുള്ള ഹോൾസ്, ഓട്ടകൾ. അത് ഈ ആത്മസാന്നിധ്യത്തെ ചോർത്തിക്കളയാണ്. And this holes in our soul is this negative emotions, the burdens and the sins, and that will drain away the presence of God. ഹല്ലേലൂയ. Hallelujah. കർത്താവിന്റെ സാന്നിധ്യം നമ്മിൽ നിറഞ്ഞിരിക്കണം. The presence of God has to always fill in us. കർത്താവിന്റെ വെളിച്ചം നമ്മിൽ നിറഞ്ഞിരിക്കണം. The light of God has to be always filled in us. അവന്റെ ആത്മാവ് നമ്മിൽ The നിറഞ്ഞിരിക്കണം. Spirit has to be filled in us. അവന്റെ ജീവൻ നമ്മിൽ His നിറഞ്ഞിരിക്കണം. life has to be filled in അവന്റെ us. തേജസ് നമ്മിൽ His നിറഞ്ഞിരിക്കണം. glory has to be filled in us. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ സൗഖ്യത്തോടെ ദൈവകൃപയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. Only then we can live in this world with healing and much grace. ഞാൻ വായിക്കുന്നത് റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യമാണ്. I'm reading for you from Romans chapter 3 verse 23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. For all have sinned and fall short of the glory of God. ആമേൻ. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. All have sinned and fall short of the glory of God. ആമേൻ. Amen. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്തപ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയ ദൈവത്തിൻ്റെ തേജസ്സാണ്. When man disobeyed God's commandment and sinned against God, what he lost was the glory of God. ദൈവത്തിൻ്റെ കാബോദ്, അവൻ്റെ ഗ്ലോറി, അവൻ്റെ ഷെക്കീന ഗ്ലോറി മനുഷ്യൻ നഷ്ടപ്പെടുത്തി. The man lost the kabod, the shekinah, the glory of God. ദൈവം മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യപ്രകാരമാണ് നിർമ്മിച്ചത്. God created man in his own image and likeness. ആ സ്വരൂപത്തിലെ എലിമെന്റ്സ്, മൂലകങ്ങൾ നമുക്കറിയാം. And we know all the elements in the image of ആ God. ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ തേജസ്സും That is ഒക്കെയാണ്. the righteousness and the holiness and the glory of God. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ ഒറ്റ വാക്കിൽ പറയുകയാണ്, അവൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. And when man sinned against God, in one word it said that he has lost the glory of God. ദൈവത്തിൻ്റെ ജീവൻ അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് അഥവാ ദൈവത്തിൻ്റെ തേജസ് മനുഷ്യനിൽ നിറയുമ്പോൾ മാത്രമേ അവൻ സമ്പൂർണ്ണ മനുഷ്യനാകുന്നുള്ളൂ. Only when the life of God, the Spirit of God, the glory of God fills in the man, that is when he becomes a complete man. സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറവുകളില്ലാത്ത മനുഷ്യനാണ്. A man who is complete means there is no shortcomings in him. Amen. Amen. Perfect man, സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറവുകൾ ഒന്നുമില്ലാത്ത മനുഷ്യനാണ്. A perfect man is a person who has no shortcomings in him. അവന്റെ ആത്മദേഹി ദേഹത്തിൽ ഒരു കുറവുണ്ടാകത്തില്ല. There is no shortcomings in his spirit, soul and body. അതിന് ഏക ഉദാഹരണം യേശു കർത്താവ് മാത്രമാണ്. And the only example for that is Jesus Christ. യേശു കർത്താവ് മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ച ഏക സമ്പൂർണ്ണ മനുഷ്യനായിട്ടുള്ളൂ. Jesus Christ is the only perfect man who ever lived in this world. നിങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തെ വളരെ അരികിൽ വന്ന് ക്ലോസ് ആയി പഠിച്ചു കഴിഞ്ഞാൽ സമസ്ത മേഖലകളിലും അവന്റെ ജീവിതത്തിൽ ഒരു കുറവുമില്ലായിരുന്നു. If you come closer to Jesus and study his life, in all his living life there is no shortcomings. ഞാൻ അവന്റെ പ്രസംഗത്തെ കുറിച്ചല്ല I'm പറഞ്ഞത്, not talking about his preachings. അവന്റെ അത്ഭുതങ്ങളെ കുറിച്ചല്ല I'm പറഞ്ഞത്, not talking about the miracles he did. അവന്റെ പേഴ്സണൽ ലൈഫ്, വ്യക്തിപരമായ ജീവിതത്തെ അരികിൽ വന്ന് നിങ്ങൾ സസൂക്ഷ്മം പഠിച്ചു കഴിഞ്ഞാൽ അവൻ പെർഫെക്റ്റ് മാൻ, സമ്പൂർണ്ണ But മനുഷ്യനായിരുന്നു. if you come closer to his personal life and study his personal life, he was a perfect man. എങ്ങനെയാ യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായത്? How did Jesus become a perfect man? അനേകം വചനങ്ങൾ പറയുന്നു. Many scriptures says ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിച്ചു. the word says all the fullness of God dwelt in Jesus in a bodily form. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്
പൂർണ്ണമായും അവനിൽ നിറഞ്ഞിരുന്നു. In other words, if we say the glory of God has been filled in him completely. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ വചനം അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം നമ്മൾ പറഞ്ഞിരുന്നു. We spoke about this last week from John chapter 1. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. We have seen the glory of God on Jesus as on the only begotten Son of Father. പിതാവിന്റെ തേജസ് പുത്രനിൽ നിറഞ്ഞിരുന്നു. The Father's glory was filled in the Son. നമ്മൾ വായിച്ച റോമർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാണ്. We read from Romans that every man has sinned and fall short of the glory of God. നമ്മൾ ദൈവ തേജസ്സിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട്. We have clear understanding of the glory of God. നമ്മുടെ ഈ മിനിസ്ട്രിയുടെ പേര് തന്നെ കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസ് എന്നാണ്. Our ministry's name itself is Kingdom and Glory ആ Ministries. ഗ്ലോറിയുടെ അർത്ഥം നമുക്കറിയാം. We know the meaning of the glory. ആ ദൈവ തേജസ്സാണ്. That is the glory of God. നാം സാധാരണ പറയുന്ന ദൈവത്തിനു മഹത്വം ഗ്ലോറി ടു ഗോഡ് എന്നല്ല അതിന്റെ അർത്ഥം. It's not glory to God that we usually say. This is glory of God. ദൈവത്തിന്റെ മഹത്വമാണ്. But this is the glory of God. എന്താണ് ദൈവത്തിന്റെ തേജസ്? What is the glory of God? അത് ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. That is the tangible, audible and the visible presence of God. മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്ന, കൈകൊണ്ട് സ്പർശിക്കാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷതയുടെ പേരാണ് ദൈവ തേജസ്. That which the person can see with his eyes and hear with his ears and touch and feel, that visible presence of God is the glory of God. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവജീവന്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് ദൈവ തേജസ്. In other words, the complete manifestation of the life of God is the glory of God. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. In other words, the glory of God means God himself. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് വീണുപോയി. Everyone sinned against God and fell short of the glory of അവർ God. ദൈവത്തെ അനുഭവിക്കാൻ കഴിയാതെ ദൈവജീവനിൽ നിന്ന്, ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന്, അഥവാ ദൈവത്തെ തന്നെ നഷ്ടപ്പെടുത്തി. They lost God's life. They lost God himself and not able to experience his presence. ആ ദൈവത്തിന്റെ ഇമേജ്, സ്വരൂപം അവൻ നഷ്ടപ്പെട്ടു പോയി. He lost the image of God. ഇപ്പോൾ ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. But now a man has come into this അവന്റെ world. പേര് യേശു ക്രിസ്തു His എന്നാണ്. name is Jesus Christ. അവനിൽ ദൈവത്തിന്റെ മുഴു സ്വരൂപമുണ്ട്. And in him the whole fullness of God and image of God is in him. ദൈവത്തിന്റെ ഇമേജ് അവനിലുണ്ട്. The image of God is in him. അതിന്റെ അർത്ഥം എന്തുവാ? What is the meaning of that? ദൈവത്തിന്റെ തേജസ് അവനിൽ വസിക്കുകയാണ്. That the glory of God is dwelling in him. ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. In John chapter 14 Jesus is telling something. 14-ാം അധ്യായത്തിൽ അതിന്റെ 10-ാം വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. I'll read for you John chapter 14 verse 10. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. Do you not believe that I am in the Father and the Father in me? The words that I speak to you, I do not speak on my own authority, but the Father who dwells in me does the works. പിതാവ് എന്നിൽ വസിക്കുന്നു. The Father dwells in me. Amen. Amen. പിതാവ് യേശുവിൽ വസിക്കുന്നു. The Father is dwelling in Jesus. അതെങ്ങനെ വസിക്കുന്നത്? How is he dwelling in Jesus? പിതാവിന്റെ തേജസ് യേശുവിൽ വസിക്കുന്നു. The glory of God, the Father is dwelling in Jesus. യേശു കർത്താവ് വ്യക്തമായി പറയുന്നു, ഞാൻ അല്ല സംസാരിക്കുന്നത്. So Jesus Christ is clearly saying, I am not the one who is speaking. ആരാ എന്നിൽ സംസാരിക്കുന്നത്? Who is speaking in me? പിതാവാണ് It's the സംസാരിക്കുന്നത്. Father speaking in me. ഞാനല്ല പ്രവർത്തിക്കുന്നത്. I'm not the one who is working. പിന്നെ ആരാ But പ്രവർത്തിക്കുന്നത്? who is working? എന്നിൽ വസിക്കുന്ന The പിതാവാണ്. Father who is dwelling in me is working. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ എൻ്റെ വിഷയം യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ഇപ്പോൾ. My point is not to speak about his ministry. യേശു എങ്ങനെയാണ് പെർഫെക്റ്റ് സമ്പൂർണ്ണ മനുഷ്യനായത്? How did Jesus become a perfect man? ദൈവത്തിന്റെ തേജസ്,
ദേഹരൂപമായി തന്നെ അവനിൽ വസിച്ചതുകൊണ്ടാണ്. Because the glory of God dwelt in him in a bodily form. എന്തുകൊണ്ട് ആദാം പൂർണ്ണ മനുഷ്യനാകാതെ പോയത്? Why was Adam not be able to become a perfect man? എന്തുകൊണ്ടാണ് ആദാമിന്റെ പാരമ്പര്യത്തിലുള്ള സകല മനുഷ്യരും പരിപൂർണ മനുഷ്യനാകാതിരുന്നത്? Why was all the people came after Adam did not become a perfect man? ഞാനും നിങ്ങളും ഉൾപ്പെടെ എന്തുകൊണ്ടാണ് പരിപൂർണനായ മനുഷ്യനാകാത്തത്? Including me and you, why did not we become a perfect man? ദൈവത്തിന്റെ തേജസ് നമ്മിൽ പൂർണ്ണമായി നിറഞ്ഞിട്ടില്ല. Because the glory of God did not fill in us completely. പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. When we sinned, we lost the glory of God. Amen. Amen. ഹല്ലേലൂയ. Hallelujah. നമ്മൾ യേശുവിലേക്ക് മടങ്ങി വരുന്നത് ദൈവത്തിന്റെ തേജസ് പ്രാപിക്കാൻ And വേണ്ടിയാണ്. we come back to Jesus that we may receive the glory of God. ദൈവത്തിന്റെ ജീവൻ പ്രാപിക്കാൻ That we may വേണ്ടിയാണ്. receive the life of God. ദൈവത്തിന്റെ ആത്മാവിനെ That we പ്രാപിക്കാൻ may receive വേണ്ടിയാണ്. the spirit of God. തെസ്സലോനിക്ക ലേഖനത്തിൽ ഞാൻ നിങ്ങളെ രണ്ട് വാക്യങ്ങൾ കാണിക്കാം. I'll show you two scriptures from the letter to Thessalonians. ഒന്നാം തെസ്സലോനിക്കർക്ക് ഒന്നാമത്തെ ലേഖനം 1 Thessalonians അതിന്റെ രണ്ടാം അധ്യായം chapter 2 അതിന്റെ 11 വാക്യം. verse 11. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ 11 വാക്യം. 1 Thessalonians chapter 2 verse 11. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും, മഹത്വം എന്ന് പറഞ്ഞ ഗ്ലോറി, തേജസ് എന്നാണ്. ഓക്കെ, തൻ്റെ രാജ്യത്തിനും തേജസ്സിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. As you know how we exhorted and comforted and charged every one of you as a father does his own children, that you would walk worthy of God who calls you into his own kingdom and glory. Amen. Amen. ദൈവം നമ്മളെ വിളിക്കുന്നത് അവന്റെ സ്വന്തം രാജ്യവും അവന്റെ സ്വന്തം തേജസ്സും പ്രാപിക്കാൻ God വേണ്ടിയാണ്. has called us to obtain his kingdom and his own glory. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഈ വാക്യത്തിൽ നിന്നാണ് കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസ് എന്ന് പേര് And കിട്ടിയത്. through this scripture we got this name, Kingdom and Glory Ministries. God called us to his own kingdom and glory. ദൈവം അവന്റെ രാജ്യത്തിലേക്കും അവന്റെ തേജസ്സിലേക്കും നമ്മെ വിളിക്കുകയാണ്. God is calling us to his own kingdom and his glory. രാജ്യത്തിന്റെ അർത്ഥം നമുക്കറിയാം. We know the meaning of the kingdom. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ the government of God, ദൈവത്തിന്റെ ഭരണം The എന്നാണ്. kingdom of God means the government of God. ദൈവത്തിന്റെ ഭരണത്തിലേക്ക് നമ്മെ മടക്കി വിളിക്കുകയാണ്. He's calling us back to his government, his rule. ദൈവത്തിന്റെ തേജസ്സിലേക്ക് മടക്കി He's വിളിക്കുകയാണ്. calling us back to his glory. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അവന്റെ രാജ്യവും അവന്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. He has called us through Jesus Christ back to himself that we may receive his kingdom and his glory. ഏദൻ തോട്ടത്തിൽ ആദം പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു. When Adam sinned against God in the Garden of Eden, he lost the glory of പിന്നെ God. അവൻ ഇന്നുവരെ അപൂർണനായി തീർന്നു, അപൂർണ മനുഷ്യനായി തീർന്നു. Until now he has become an imperfect man. യേശുക്രിസ്തു മുഖാന്തരം ഇപ്പോൾ ദൈവം നമ്മെ വിളിച്ചത് അവന്റെ തേജസ് നമുക്ക് തിരികെ തരാൻ But now വേണ്ടിയാണ്. through Jesus, God has called us back to himself that he may give us his kingdom and his glory. ഞാൻ നിങ്ങളെ അടുത്ത ലേഖനത്തിൽ, രണ്ടാം ലേഖനത്തിൽ ഒരു വാക്യം കൂടെ കാണിക്കാം. I'll read one more scripture for you from 2 Thessalonians രണ്ടാം അധ്യായം chapter 2 അതിന്റെ 13 വാക്യം. verse 13. അതിന്റെ 13ഉം 14 ഒരുമിച്ച് വായിക്കാം. 13 and 14 together. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടംപെട്ടിരിക്കുന്നു. But we are bound to give thanks to God always for you, brethren, beloved by the Lord, because God from the beginning chose you for salvation through sanctification by the Spirit and belief in the truth to which he called you by our gospel for the obtaining of the glory of our Lord Jesus Christ. അത് ഇംഗ്ലീഷിൽ ഒന്നിച്ച് പറഞ്ഞിരിക്കാം. വാക്യം 14 വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം, തേജസ്
പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. He has called us to obtain the glory of our Lord Jesus Christ through our gospel. സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി വിളിച്ചിരിക്കുകയാണ്. By the gospel he has called us to obtain his salvation. എന്തിനാണ് രക്ഷയ്ക്കായി വിളിച്ചത്? Why did he call us to obtain salvation? രക്ഷ അതിൽ തന്നെ പൂർണ്ണമാകുന്നില്ല. Because the salvation in itself is not complete. എന്താ രക്ഷയുടെ അർത്ഥം? What is the meaning of salvation? പാപത്തിന്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നുള്ള വിമോചനമാണ് രക്ഷ. It is the deliverance from the punishment of sin that was death. That is salvation. Hallelujah. Hallelujah. ആ രക്ഷയ്ക്കായി നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി And through വിളിച്ചിരിക്കുകയാണ്. our gospel we have called you for that salvation. അതെന്തിനു വേണ്ടിയാ? Why we have called you? എന്തിനു വേണ്ടിയാ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായി Why വിളിച്ചിരിക്കുന്നത്? did we call you by our gospel for salvation? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കാൻ For വേണ്ടി. the obtaining of the glory of our Lord Jesus Christ. Hallelujah. Hallelujah. തെസ്സലോനിക്ക ലേഖനത്തിൽ രണ്ടിലും ഇതേ വാക്യം ഒരുപോലെ In പറഞ്ഞിരിക്കുകയാണ്. the both letters, it's the same scripture is spoken. യേശുക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ് നമ്മളെ God has വിളിച്ചിരിക്കുന്നത്. called us to obtain the glory of Jesus. Amen. Amen. ആ തേജസ് ദൈവം യേശുവിൽ വെച്ചിട്ടുണ്ട്. And the glory is placed in Jesus. ഞാൻ കഴിഞ്ഞ ആഴ്ച അത് വീണ്ടും പറഞ്ഞു. I also said this last week. കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ During the last days of Jesus' ministry on this തന്റെ earth, ചില പ്രിയ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം മലമുകളിൽ കയറിപ്പോയി. he gathered together his beloved 3 disciples and he went on the mountain. ആ രാത്രിയിൽ അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. And he was transfigured before them that അവന്റെ night. വസ്ത്രം ഭൂമിയിലെ ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം അത്യന്തം വെണ്മയുള്ളതായി And തീർന്നു. his dress became white as no launderer in this world can make white. അവന്റെ മുഖം സൂര്യനെ പോലെ And his പ്രകാശിച്ചു. face shone like the sun. അവന്റെ അകത്തിരുന്ന ദൈവ തേജസ് ഒന്ന് വെളിപ്പെട്ടു. The glory of God which was in him manifested. Amen. Amen. അവന്റെ അകത്തിരുന്ന മഹത്വം ദൈവത്തിന്റെ തേജസ് ഒന്ന് വെളിപ്പെട്ടു. The glory of God which was in him, it manifested. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ അങ്ങാഴ്ചയിലും 3 കാര്യങ്ങൾ നിങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു. Last week and the previous week before that I said 3 things to you. ദൈവത്തിന്റെ തേജസ് ഒരു വ്യക്തിയിൽ വെളിപ്പെടുകയാണ്. The glory of God is manifesting in a person. അത് അവന്റെ സ്വഭാവത്തിൽ It വെളിപ്പെടുകയാണ്. is manifesting in his character. ദൈവത്തിന്റെ നേച്ചർ, ഡിവൈൻ നേച്ചർ, ദിവ്യമായ സ്വഭാവം ഒരു വ്യക്തിയിൽ വെളിപ്പെടുകയാണ്. The divine nature of God is manifesting in a person. ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഡിവൈൻ നേച്ചർ കൂടിയാണ്, സ്വഭാവമാണ്. The glory of God is also the divine nature of God. മോശ പറഞ്ഞു, ദൈവമേ എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. Moses said, God, I want to see your glory. ദൈവം അത് സമ്മതിച്ചു. And God allowed that. എന്നാൽ തന്റെ മുഖം അവന് കാണാൻ കഴിയത്തില്ലെന്ന് But he പറഞ്ഞു. said he will not be able to see his face. എന്നിട്ട് ദൈവം അവന്റെ മുമ്പാകെ വെളിപ്പെട്ടിട്ട് അവനെ കുറിച്ച് തന്നെ ഘോഷിച്ചു. And God manifested before him, revealed before him and proclaimed his own name. അവന്റെ നാമത്തെ ഘോഷിച്ചു എന്ന് പറഞ്ഞിരിക്കുക. The scripture says he proclaimed his name. യഹോവ, The Lord, യഹോവയായ ദൈവം, the Lord God. ഞാൻ കരുണയുള്ളവൻ, I am merciful. ഞാൻ കൃപയുള്ളവൻ, I'm kind. മഹാദയുള്ളവൻ, I'm merciful. ദീർഘക്ഷമയുള്ളവൻ, Long suffering. മനസ്സലിവുള്ളവൻ, Compassion. ഞാൻ I am വിശ്വസ്തനായിരിക്കുന്നവൻ, faithful. ദീർഘക്ഷമയുള്ളവൻ. Long suffering. മോശ ആവശ്യപ്പെട്ടത് അവന്റെ തേജസ് കാണാൻ വേണ്ടിയാണ്. Moses asked God to see his glory. പക്ഷെ മഹത്വം വെളിപ്പെട്ടിട്ട് അവന്റെ നാമത്തെ But the വെളിപ്പെടുത്തുക, glory manifested and proclaimed his name. അവന്റെ നാമത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് It പറയുക. proclaimed the natures of his name. തേജസ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ഡിവൈൻ നേച്ചർ ആണ്. So God's glory is also the divine nature of God. അത് നിങ്ങൾ യേശുവിൽ കാണാം. And that you can see in Jesus. ആമേൻ. ആ Amen. സമ്പൂർണ്ണ മനുഷ്യനെ, ഒരു കുറവുമില്ലാത്ത മനുഷ്യനെ നിങ്ങൾക്ക് യേശുവിൽ You കാണാം. can see that complete and perfect man in Jesus. നിങ്ങൾ യേശുവിന് അടുത്ത് വന്ന് നോക്കിയേ. Come near to Jesus and see. അവന്റെ വാക്കുകളിൽ കുറവില്ല, There is no shortcomings in his അവന്റെ words. പെരുമാറ്റങ്ങളിൽ കുറവില്ല. There is no shortcomings in his
behaviors. അവന്റെ സ്വഭാവത്തിൽ കുറവില്ല. There is no shortcomings in his nature. അവന്റെ തീരുമാനങ്ങൾ There കുറവില്ല. is no shortcomings in his decisions. അവന്റെ വാക്കുകൾ There is കുറവില്ല. no shortcomings in his words. കുറച്ചും കൂടെ അടുത്തു വന്നാൽ If you come more closer to him, അവന്റെ ചിന്തകളിൽ കുറവില്ല. there is no shortcomings in his thoughts. ആമേൻ. അവൻ Amen. സമ്പൂർണ്ണ He is a മനുഷ്യനായിരുന്നു. complete man. കാര്യം എന്താ? Why? ദൈവത്തിന്റെ തേജസ് അവൻ നിറഞ്ഞിരിക്കുക. Because the glory of God filled in him. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ആ Hallelujah. ദൈവത്തിന്റെ സ്വഭാവമാണ്. That is the nature of God. ദൈവത്തിന്റെ സമ്പൂർണ്ണ മനുഷ്യനെയും സമ്പൂർണ്ണ ദൈവത്തെ നിങ്ങൾ യേശുവിൽ We കാണുകയാണ്. can see some complete God, complete fullness of God in Jesus. ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവ് ഓരോ അത്ഭുതങ്ങളും ചെയ്തപ്പോൾ പറയുന്നു ആ അത്ഭുതങ്ങളാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി. Whenever Jesus Christ performed a miracle, he said through that miracle the name God is glorified. No, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. He performed miracles and he manifested the glory of God. കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിലൂടെ യേശു ദൈവ മഹത്വം വെളിപ്പെടുത്തി. When he turned water into wine in the wedding at Cana, he manifested the glory of God. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. Whenever the miracles happen in the name of Jesus, there God's glory, God is glorified. No, revealing God's glory. God is revealing His glory. His glory. അവരുടെ മഹത്വം വെളിപ്പെടുക അത്ഭുതങ്ങളിലൂടെ. Through the miracles, His glory is revealed. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം നിറയുമ്പോൾ തേജസ് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഡിവൈൻ നേച്ചർ വരികയാണ്. When the nature of God, when the fullness of His glory is filled in us, His divine nature is manifesting through us. ഒരു അത്ഭുതം നടക്കുമ്പോൾ അവന്റെ മഹത്വം വെളിപ്പെടുകയാണ്. When a miracle happens, His glory is revealed. അപ്പോൾ തന്നെ ദൈവത്തിന്റെ കാബോദ് ഷെക്കൈന ഗ്ലോറി നമുക്ക് കാണത്തക്കവണ്ണം കേൾക്കത്തക്കവണ്ണം തൊടത്തക്കവണ്ണം നമ്മുടെ മധ്യത്തിൽ ഇറങ്ങി വരികയും At the same time, the kabod of God that we can see and we can hear and we can touch will come in our midst. Hallelujah. 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 ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അകത്ത് നിറയുന്ന ദൈവത്തിന്റെ തേജസ്സാണ്. Today I'm focusing on the glory of God that will be filled within us. ആ തേജസ് പ്രാപിക്കാനാണ് സുവിശേഷ ഘോഷണത്താൽ നമ്മെ രക്ഷയ്ക്കായി And വിളിച്ചിരിക്കുന്നത്. to receive that glory, we have been called by the gospel to receive salvation. നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ആ തേജസ്സിന്റെ ഒരു അംശം നമ്മുടെ ആത്മാവിൽ നിക്ഷേപിച്ചു When we കഴിഞ്ഞു. receive Jesus Christ, an amount of His glory has been kept in our spirit. ഓരോ ദിവസവും വചനങ്ങൾ സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ കൂട്ടായ്മ കൂടുമ്പോൾ നമ്മുടെ അകത്ത് ആ ദൈവത്തിന്റെ തേജസ്സിന്റെ അളവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Each day when we pray, when we read, when we have fellowship, when we pray, the amount of that glory is increasing in us. ആ തേജസ് നമ്മളെ തന്നെ And that വിശുദ്ധീകരിക്കുകയാണ്. glory is sanctifying us. നമ്മുടെ മനസ്സിനെ ആ തേജസ് കൈവശപ്പെടുത്തുകയാണ്. And that glory is taking over our mind. നമ്മുടെ ചിന്തകളെ കൈവശപ്പെടുത്തുകയാണ്. And the glory is taking over our thoughts. നമ്മുടെ വികാരങ്ങളെ കൈവശപ്പെടുത്തുകയാണ്. It is taking over our emotions. നമ്മുടെ ഹൃദയത്തെ It's taking കൈവശപ്പെടുത്തുകയാണ്. over our heart. അവിടെ സൗഖ്യം And നടക്കുകയാണ്. the healings are happening അവിടുത്തെ there. നെഗറ്റീവ് ഇമോഷൻസിനെ All കളയുകയാണ്. the negative emotions are being removed. ക്രമേണ ആ തേജസ് നമ്മുടെ ബോഡിയിലേക്ക് And നിറയുകയാണ്. eventually that glory will fill in our നമ്മുടെ bodies. ബോഡി കിടക്കുന്ന അശുദ്ധികളെ നീക്കം And it will ചെയ്യുകയാണ്. remove the filthiness from our bodies. രോഗങ്ങളെ നീക്കം To ചെയ്യുകയാണ്. remove the sickness from our bodies. രോഗാത്മാക്കളെ നീക്കം To ചെയ്യുകയാണ്. remove the spirit of sickness from അങ്ങനെ our bodies. ദൈവത്തിന്റെ തേജസ് നമ്മിൽ നിറയുന്നതനുസരിച്ച് നാം And like വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. this, the glory of God, as much as it fills in us, we will be sanctified. തിരിച്ചു പറഞ്ഞാൽ If we say it, നമ്മുടെ അകത്ത് വിശുദ്ധീകരണം നടക്കുന്ന അനുസരിച്ച് ആ തേജസ് നിറഞ്ഞുകൊണ്ടിരിക്കും. according to the sanctification that is happening in us, the glory of God is filling in us. നിങ്ങൾക്കത് മനസ്സിലായില്ല? ഹല്ലേലൂയ. Hallelujah. നമ്മൾ നമ്മളെ തന്നെ ശോധന കഴിക്കണം. We need to examine ourselves. നമ്മൾ വെറും സാധാരണ നോമിനൽ ക്രിസ്ത്യാനിയായി ജീവിച്ചു We പോകരുത്. cannot live a nominal Christian life. നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുകയാണെന്ന് അറിയണം. You need to know that you are bound. നിങ്ങൾ ശുശ്രൂഷയിലായിരിക്കാം. Even maybe you are in doing ministry. നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന Maybe വ്യക്തിയായിരിക്കാം. you are praying very well. നല്ലവണ്ണം ആരാധിക്കുന്ന You worship വ്യക്തിയായിരിക്കാം. very well. നിങ്ങൾ നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന You വ്യക്തിയായിരിക്കാം. must be ministering very പക്ഷെ well. നിങ്ങളുടെ അകത്ത് ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ സൗഖ്യമാകാത്ത മേഖലയുണ്ടോ?
If there, do you have any areas in your life that is not yet healed, വിടുവിക്കപ്പെടാത്ത മേഖലയുണ്ടോ? not yet delivered? ജയിക്കാൻ കഴിയാത്ത പാപങ്ങളുണ്ടോ? Is there sin that you are not able to overcome? സൗഖ്യമാകാത്ത മേഖലകളുണ്ടോ? Is there places that you are not yet healed? അതിന്റെ അർത്ഥം അവിടെ ഒന്നും തേജസ് The നിറഞ്ഞിട്ടില്ല. meaning is that in all that area the glory of God is not filling. പോരാ. Amen. Amen. അവിടെ ദൈവത്തിന്റെ ജീവൻ നിറഞ്ഞിട്ടില്ലെന്ന് The life of God has not filled in that places. ഞാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഇന്നർ ഹീലിംഗ് ഡെലിവറൻസ് മിനിസ്റ്റർ ചെയ്യുന്ന വ്യക്തിയാണ്. For past many years I've been doing this ministry of inner healing and deliverance. ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നത് ദൈവദാസന്മാർക്ക് And വേണ്ടിയാണ്. I pray, the most people I pray for are the ministers of God. നല്ല മിനിസ്റ്റർ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ്. The ministers who do very good ministries. അവർക്ക് നല്ല മിനിസ്ട്രി ഉണ്ട്. They have good ministries. നല്ല പ്രവാചകന്മാരാ. They are good prophets. നല്ല പ്രാസംഗികരാ. Good preachers. ഒത്തിരി ആൾക്കാരെ വിടുവിക്കുന്നവരാ. They save many people. പക്ഷേ അവരുടെ ജീവിതത്തിൽ പല മേഖലകളിലും അവർക്ക് തന്നെ വിടുതലില്ല. But in their personal life, in the many areas, they have no deliverance. അവർ തിരിച്ചറിയുന്നതുമില്ല. They are not knowing it. എന്തുകൊണ്ട് ആ മേഖലയിൽ വിടുതൽ ഉണ്ടാകാത്തത്? Why there is no deliverance in certain എന്തുകൊണ്ടാ places? ചില മേഖലയിൽ സൗഖ്യം നടക്കാത്തത്? Why there is no healing in certain areas? എന്തുകൊണ്ടാ ചില മേഖലകളിൽ പാപം വീണ്ടും തുടരുന്നത്? Why is sin still continuing in some areas? അവിടെ ചില ഇരുട്ടുകളുണ്ട്. Because there are some darkness See, there. ദൈവം വെളിച്ചമാണ്. God is light. അവനിൽ ഇരുട്ടൊട്ടുമില്ല. There is no darkness in him at all. ആ വെളിച്ചത്തിന്റെ പേരാണ് യേശു And കർത്താവ്. the name of that light is Jesus. അവൻ വെളിച്ചമായിട്ട് ലോകത്ത് വന്നത്. Jesus came into this world as the light of the world. അതിന്റെ അർത്ഥം അവൻ ഒരു ട്യൂബ് ലൈറ്റ് പോലെ കത്തി നിന്നു എന്നല്ല അർത്ഥം. It doesn't mean that he was shining like a tube light. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു അവൻ വെളിച്ചമാണ്. In John chapter 1 it clearly says he is the light. അത് യേശുവിനെ കുറിച്ച് It's പറയുക. talking about Jesus. അവൻ ലോകത്തിലേക്ക് വന്നു. He came into this world. ആ വെളിച്ചം ഇരുളി And പ്രകാശിക്കുന്നു. that light shines in the darkness. വെളിച്ചം മനുഷ്യന്റെ ജീവനാണ്. And the light is the life of man. അത് ദൈവത്തിന്റെ That തേജസ്സാണ്. is the glory of God. വെളിച്ചമെന്ന് So പറഞ്ഞാലും the light means, ജീവൻ എന്ന് life പറഞ്ഞാലും means, തേജസ് എന്ന് the പറഞ്ഞാലും glory also. ആ ദൈവമാണ്. It's God himself. ദൈവത്തിന്റെ It's തേജസ്സാണ്. the glory of അത് God. യേശുവിൽ It നിറഞ്ഞിരുന്നു. was filled in Jesus. അതുകൊണ്ട് അവന് And കുറവൊന്നുമില്ല. that is why there was no shortcoming in നമ്മൾ him. പാപം ചെയ്തപ്പോൾ But when we sinned, ഈ വെളിച്ചം നഷ്ടപ്പെടുത്തി we കളഞ്ഞു. lost this light. തേജസ് We lost നഷ്ടപ്പെടുത്തി. the glory of God. ദൈവ സ്വരൂപം We lost നഷ്ടപ്പെടുത്തി. the image of God. ദൈവ ജീവൻ We lost the നഷ്ടപ്പെടുത്തി. life of God. നമ്മൾ പാപികളായി We തീർന്നു. became sinners. നമ്മുടെ ആത്മദേഹിദേഹത്ത് അന്ധകാരം മൂടി. And the darkness covered our spirit, soul and bodies. ഇരുട്ട് നമ്മിൽ പ്രവേശിച്ചു. The darkness entered it within us. പാപം നമ്മിൽ പ്രവേശിച്ചു. Sin entered within us. രോഗാത്മാക്കൾ The പ്രവേശിച്ചു. spirit of sicknesses entered within us. എല്ലാ കുറവുകളും നമ്മിൽ Every പ്രവേശിച്ചു. shortcomings entered എല്ലാ within us. തകർച്ചകളും Every നമുക്കുണ്ടായി. brokenness came in എല്ലാ our life. നെഗറ്റീവ് ഇമോഷൻസും Every നമുക്കുണ്ടായി. negative emotions came in our life. അതെല്ലാം ഇരുട്ടാ. The all are darkness. അകത്ത് ഒരു വെളിച്ചം വന്നു. And then now a light came within us. യേശുവിനെ സ്വീകരിച്ചപ്പോൾ വെളിച്ചം When വന്നു. we received Jesus, the light came within ജീവൻ us. വന്നു. The life came within us. തേജസ് The വന്നു. glory came within us. പക്ഷെ അത് നമ്മുടെ ആളത്തെ മുഴുവനും നിറച്ചിട്ടില്ല. But it did not completely fill in us. എവിടൊക്കെയാണോ നിറയ്ക്കാത്തത് Wherever it is not filled, ഇപ്പോഴും അവിടൊക്കെ ഇരുട്ടുണ്ട്. still now there is darkness there. അവിടൊക്കെ There is രോഗാത്മാക്കളുണ്ട്. still the spirit of sickness is there. അവിടൊക്കെ അശുദ്ധികളുണ്ട്. There is still filthiness there. അവിടൊക്കെ നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. There are still negative emotions അവിടൊക്കെ there. There is ബന്ധനങ്ങളുണ്ട്. still bound അവിടെ there. വിശുദ്ധീകരണം നടന്നിട്ടില്ല. There is not completely sanctified. നമ്മൾ അതിനു വേണ്ടി ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു And കൊടുക്കണം. for that reason, we have to submit ourselves these days. ഒരു രോഗവും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ We പറ്റും. can live in this world without any sickness. ഒരു തകർച്ചയും ഇല്ലാതെ ജീവിക്കാൻ We can പറ്റും. live without any brokenness. ഒരു നെഗറ്റീവ് ഇമോഷൻസും ഇല്ലാതെ ജീവിക്കാൻ We can പറ്റും. live without any negative emotions. ഉള്ള നെഗറ്റീവ് ഇമോഷൻസിനെ ജയിക്കാൻ And we പറ്റും. can overcome the negative emotions that remain അവിടെ in എല്ലാം us. ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറയാൻ They പറ്റും. all, we can be filled with the glory of നമുക്ക് God. ദൈവത്തിന്റെ തേജസ് നിറയുമ്പോൾ വിജയകരമായിരിക്കുന്ന ഒരു ജീവിതം When the ഉണ്ടാകും. glory of God fills in us, we will have an overcoming and victorious life. നിങ്ങളുടെ അകത്ത് ജയിക്കാൻ കഴിയാത്ത പാപങ്ങളെ
അങ്ങനെ അങ്ങ് വിട്ടേക്കരുത്. Those sins that remains in you that you are not able to overcome, do not leave it like that. അത് എല്ലാവർക്കും ഉള്ള പാപമാണെന്ന് പറഞ്ഞേക്കരുത്. Don't say that everybody has this sin. അങ്ങനെ അല്ലത്. It's not like that. യേശുവിന് ആ പാപം It ഇല്ലായിരുന്നു. was not, that sin was not in Jesus. കാരണം അവനിൽ പൂർണ്ണ തേജസ് ഉണ്ടായിരുന്നു. Because the complete glory of God dwelt in him. എന്നിൽ ആ പാപം ഇരിക്കുന്നു. If that sin remains in me, കാരണം ആ ഭാഗത്ത് വെളിച്ചം നിറഞ്ഞിട്ടില്ല. because in that area the light has not ജീവൻ filled, നിറഞ്ഞില്ല. the life is not filled, തേജസ് the നിറഞ്ഞില്ല. glory of God is not ആ filled, പാപത്തിന്റെ പിന്നിൽ ഒരു പാപത്തിന്റെ ശക്തിയുണ്ട്. and behind that sin there is a power of sin. എന്റെ അകത്ത് ചില തകർച്ചകൾ കിടക്കുന്നു. There are some brokenness within ചില me, ഭാരങ്ങൾ ഇരിക്കുന്നു. some burdens within ചില me, ഭയം some ഇരിക്കുന്നു. fears within me, നിരാശ some ഇരിക്കുന്നു. depressions within me, സംശയം some ഇരിക്കുന്നു. doubts within me. ഇത്യാദി കുറെ നെഗറ്റീവായ ഇമോഷൻസ് എന്റെ അകത്ത് Such ഇരിക്കുന്നു. negative emotions remain in me. കാരണം അവിടെ ദൈവത്തിന്റെ തേജസ് And നിറഞ്ഞിട്ടില്ല. the reason because the glory of God has not filled in that അവിടെ place, ഇരുട്ടുണ്ട്. and the darkness remains in അവിടെ that place. ഇരുട്ടിന്റെ The ശക്തികളുണ്ട്. power of darkness is in that അവിടെ place. ശുദ്ധീകരണം പ്രാപിക്കണം. We need to receive അവിടെ sanctification. സൗഖ്യം We need to പ്രാപിക്കണം. receive healing in that അവിടെ place. ദൈവത്തിന്റെ തേജസ് We need to പ്രാപിക്കണം. receive the glory in that അങ്ങനെ place. ഓരോ ദിവസവും തേജസ്സിന്മേൽ നാം തേജസ് And പ്രാപിക്കണം. every day we have to receive this glory upon glory. ദൈവത്തിന്റെ കാബോധ് നമ്മിൽ നിറയുവാൻ നാം ഏൽപ്പിച്ചു We need to കൊടുക്കണം. give ourselves that the kabod of God will fill in us. ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി നമ്മുടെ അകത്ത് നിറയുവാൻ നമ്മൾ ഏൽപ്പിച്ചു We need to കൊടുക്കണം. give ourselves that the Shekinah glory will fill in us. ദൈവത്തിന്റെ വെളിച്ചം നമ്മിൽ നിറയുവാൻ ഏൽപ്പിച്ചു We need to കൊടുക്കണം. give ourselves that the light of God will fill in us. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നത് ഇന്ന് നമ്മുടെ അകത്തുണ്ട്. ആ സത്യ വെളിച്ചത്താൽ നാം മുഴുവനും വെളിച്ചമാകാൻ ഏൽപ്പിച്ചു Now that കൊടുക്കണം. light that came into this world that could enlighten any person now has come within us, and we have to surrender ourselves that He will fill in us completely. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ അകത്തുണ്ട്. The life of God is within ആ us. ജീവനാൽ നിറയപ്പെടാൻ വേണ്ടി We ഏൽപ്പിച്ചു need കൊടുക്കണം. to give ourselves that it will be filled in us. നമ്മുടെ ശരീരത്തിനകത്ത് രോഗമുണ്ടെങ്കിൽ If there is sickness in our bodies, നമ്മൾ വേഗം മരുന്ന് വാങ്ങിക്കും. we will go and buy medicines. അത് തെറ്റല്ല. It's not wrong. നിങ്ങൾക്ക് അസുഖമുണ്ടെങ്കിൽ മരുന്ന് If വാങ്ങിക്കണം. you have sickness, you need to buy പക്ഷെ medicines. അതിനെ അങ്ങനെ അങ്ങ് But വിട്ടേക്കരുത്. you should not just leave it like that. ആ രോഗത്തിന്റെ ഭാഗത്തേക്ക് ദൈവജീവനെ We കൊണ്ടുവരണം. need to bring the life of God into that place of ആ sickness. ശാരീരിക രോഗത്തിന്റെ ഭാഗത്തേക്ക് ദൈവത്തിന്റെ വെളിച്ചം We കൊണ്ടുവരണം. need to bring the light of God to that place of ആ sickness. ശാരീരിക രോഗത്തിന്റെ ഭാഗത്തേക്ക് ദൈവത്തിന്റെ തേജസ്സിനെ We need കൊണ്ടുവരണം. to bring the glory of God into that part where we have അവിടെ ഒരു sickness. ഇരുട്ടിരിപ്പുണ്ട്. Because there is darkness in that place. അവിടെ ഒരു രോഗമുണ്ട്. There is a sickness in that ഒരു place. രോഗത്തിന്റെ ശക്തി There is അവിടെയുണ്ട്. the power of sickness in that place. അവിടേക്ക് ദൈവത്തിന്റെ തേജസ് ഒഴുകുവാൻ നാം അനുവദിച്ചു But we കൊടുക്കണം. need to allow the glory of God to flow into that place. ഇതെങ്ങനെ How സംഭവിക്കുന്നത്? will that happen? ഈ ചെറിയ ഒരു പരിജ്ഞാനം വരുമ്പോഴാണ്. When a small wisdom comes in us. ഇതിനെക്കുറിച്ച് ചെറിയ അറിവുണ്ടാകുമ്പോഴാണ്. When we have a small understanding of this. എന്റെ ശരീരത്തിൽ ഒരു ഇരുട്ടും ഇരിക്കേണ്ട ആവശ്യമില്ല. There is no need for any sickness to remain in my കാരണം body. യേശുവിന്റെ ശരീരത്തിൽ ഒരു ഇരുട്ടും ഇരുന്നിട്ടില്ല. Because there was no darkness in the body of എന്റെ Jesus. ശരീരത്തിൽ ഒരു രോഗവും ഇരിക്കേണ്ട There is ആവശ്യമില്ല. no need for any sickness to remain in my കാരണം body. യേശുവിന്റെ ശരീരത്തിൽ ഒരു രോഗവും Because ഇരുന്നിട്ടില്ല. there was no sickness in the body of Jesus. അവൻ രോഗം ശീലിച്ചവരായിരുന്നു ഒരു വചനമുണ്ട്. There's a word that says that he suffered sickness for us. അത് അവന്റെ ജീവിതകാലത്ത് നടന്ന കാര്യമല്ല. But it did not happen throughout his life. അവസാനത്തെ മണിക്കൂറിൽ നമ്മുടെ രോഗത്തെ വഹിച്ചപ്പോൾ ഉണ്ട് അനുഭവം എഴുതി But വെച്ചിരിക്കുക. that was an experience he suffered on the cross at the end time of his life. ക്രൂശിൽ അവൻ രോഗത്തെ സഹിച്ചു. He suffered sickness on the cross. ക്രൂശിൽ പാപത്തെ He സഹിച്ചു. suffered sin on the cross. ക്രൂശിൽ വേദന സഹിച്ചു. He suffered pain on the cross. പക്ഷെ അവന്റെ 33 വർഷവും അവൻ രോഗത്തെ സഹിച്ചിട്ടില്ല. But for the 33 years of his life, he did not suffer sickness. അവൻ ഭയത്തെ He വഹിച്ചിട്ടില്ല. did not bear fear. നിരാശ He did വഹിച്ചിട്ടില്ല. not bear depression. രോഗം He ചുമന്നിട്ടില്ല. did not bear sickness. അവൻ He സന്തോഷത്തിലായിരുന്നു. was in joy. He was ആനന്ദത്തിലായിരുന്നു. in gladness. He was in സമാധാനത്തിലായിരുന്നു. peace. He was in നിത്യാനന്ദത്തിലായിരുന്നു. eternal joy. അവൻ ദൈവിക He was ആരോഗ്യത്തിലായിരുന്നു. in divine health. കാരണം അവൻ Because വെളിച്ചമായിരുന്നു. he was the light. അവൻ Because ജീവനായിരുന്നു. he is the light. അവൻ Because വചനമായിരുന്നു. he is the word. അവൻ Because തേജസ്സായിരുന്നു. he is the ആ glory. തേജസ്സാണ് നമുക്ക് And തന്നിരിക്കുന്നത്. that glory is given ഇന്ന് to us. പകൽക്കാലം നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ്
ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. Let us stand together and pray. നമ്മുടെ ആത്മദേഹി ദേഹത്തെ പരിശോധിക്കാം. Let us examine our spirit, soul and body. നമ്മുടെ അകത്ത് എവിടെയാണ് ഇരുട്ടുള്ളത്? Where is darkness within us? എവിടെയാണ് മരണം ഇരിക്കുന്നത്? Where is death within us? എവിടെയാണ് തകർച്ച ഇരിക്കുന്നത്? Wherever is brokenness within us. എവിടെയാണ് ഭാരം ഇരിക്കുന്നത്? Where is burden within us? എവിടെയാണ് നിരാശ Where is ഇരിക്കുന്നത്? depression within us? എവിടെയാണ് ദുഃഖം ഇരിക്കുന്നത്? Where is grief within us? എവിടെയാണ് തകർച്ച കിടക്കുന്നത്? Where is brokenness within us? എവിടെയാണ് അശുദ്ധി Where ഇരിക്കുന്നത്? is filthiness within us? നമുക്കൊന്ന് Let പരിശോധിക്കണം. us examine our hearts. അതിനെ നിസ്സാരമായി കാണരുത്. We should not see it and let it go. എന്താ കാരണം? Why? യേശുവിൽ ഇതൊന്നുമില്ല. Because none of this was in Jesus. എനിക്കും അവനെ പോലെ ജീവിക്കാൻ And I പറ്റും. also can live like Jesus. എനിക്കും അവനെ പോലെ ഈ ഭൂമിയിൽ സമ്പൂർണ്ണ മനുഷ്യനാകാൻ പറ്റും. I can also become a perfect man like him in this world. അതിനാണ് അവന്റെ തേജസ് എൻ്റെ അകത്ത് And that വെച്ചിരിക്കുന്നത്. is why his glory is given ആ within me. തേജസ് എൻ്റെ അകത്ത് തേജസ്സിന്മേൽ തേജസ്സായി വളരാൻ And തുടങ്ങുകയാണ്. that glory is growing from glory upon glory from within me. അവന്റെ തേജസ്സിനെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അനുവദിക്കുകയാണ്. And I'm allowing his glory in every area of my life. അവന്റെ രാജ്യം എന്നിൽ വാഴുവാൻ ഏൽപ്പിച്ചു And I'm കൊടുക്കുകയാണ്. surrendering that his kingdom will reign in me. അവന്റെ മഹത്വം എന്നിൽ നിറയാൻ അനുവദിച്ചു I കൊടുക്കുകയാണ്. allowed his glory to fill in me. അവന്റെ വെളിച്ചം എന്നിൽ നിറയാൻ വേണ്ടി ഏൽപ്പിച്ചു I'm കൊടുക്കുകയാണ്. surrendering myself for his light to fill in me. എൻ്റെ അകത്ത് ഇരുട്ടിന്റെ ആവശ്യമില്ല. There is no need for darkness in me. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെ അകത്ത് ഇരുട്ടൊട്ടുമില്ലെന്ന് പറയുന്ന ഒരു വെളിപ്പാടിലേക്ക് ദൈവം എന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. God is changing me into this revelation that as there is no darkness in God because he is light, there is no darkness in me. എത്ര പേർ ഇത് മനസ്സിലാക്കുന്നു? How many of you understand this? എത്ര പേർ ഇത് ഗ്രഹിക്കുന്നു? How many of you receive this? നിങ്ങളുടെ അകത്തേക്ക് നോക്കിയേ, Look into yourself. അവിടെ പല പാപങ്ങൾ ഇരിക്കുന്നില്ലയോ? There is a lot of sin there. നമുക്ക് പാപത്തെ ജയിക്കാൻ There കഴിയുന്നില്ലല്ലോ. is some sins that we are not able to overcome. നമ്മളെ കൊണ്ട് കഴിയത്തതുമില്ല. And it is not possible by us. അവിടേക്ക് വെളിച്ചം വരട്ടെ, Let the light come into that place. അവിടത്തേക്ക് ദൈവജീവൻ Let വരട്ടെ, the life come into that place. ദൈവത്തിന് ആത്മാവ് വരട്ടെ, Let the Spirit of God come ദൈവ into that തേജസ് place. ഇറങ്ങട്ടെ, Let the glory enter into ആ that place. പാപശക്തി തകരട്ടെ. The power of sin be broken. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ In നാമത്തിൽ the name of Jesus. നമ്മുടെ അകത്ത് ചങ്ങല പോലെ കെട്ടിവച്ചിരിക്കുന്ന പാപശക്തികൾ ദൈവ തേജസ്സിൽ തകരട്ടെ. By the glory of God, all the sin that is surrounding us like a chain, let it be broken right now. സകല പാപശക്തികളും തകരട്ടെ. Let every power of sin be broken right യേശുവിന്റെ now. അധികാരമുള്ള In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the name of Jesus. കോപത്തിന്റെ ശക്തികൾ തകരട്ടെ. The powers of anger be broken. എല്ലാ മോഹങ്ങളും തകരട്ടെ. Every lust be broken. എല്ലാ ലൈംഗിക പാപങ്ങളും തകരട്ടെ. Every lust be broken. എല്ലാ കൊലപാതക ശക്തികളും തകരട്ടെ. Every powers of murder be broken. എല്ലാ ആത്മഹത്യ ശക്തികളും തകരട്ടെ. Every powers of suicide be broken. യേശുവിന്റെ അധികാരമുള്ള In നാമത്തിൽ, the name of Jesus. യേശുവിന്റെ അധികാരമുള്ള In നാമത്തിൽ the name of Jesus. സകല ഇരുട്ടുകളും തകരട്ടെ. Every darkness be broken. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഇപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് നോക്കാം. Let's look into our bodies now. ചില രോഗങ്ങൾ അവിടെ ഇരിക്കുന്നു. Some sickness remain there. അതിന്റെ കാരണം അവിടെ വെളിച്ചമില്ലാത്തത് The കൊണ്ടാണ്, reason is there is no light in that അവിടെ place. ജീവനില്ലാത്തത് Because കൊണ്ടാണ്, there is no life അവിടെ there. തേജസ്സില്ലാത്തത് Because കൊണ്ടാണ്. there is no glory there. ദൈവത്തിന്റെ വെളിച്ചം അവിടെ ഉദിക്കട്ടെ, But let the light of God shine in that ജീവൻ അവിടെ place. നിറയട്ടെ, Let the light fill in that place. തേജസ് നിറയട്ടെ. Let the glory fill in that place. യേശുവിന്റെ നാമത്തിൽ In the name of ആ Jesus. രോഗബന്ധനങ്ങൾ അഴിയട്ടെ, Let the sickness be removed. ആ രോഗബന്ധനം അഴിയട്ടെ, The sickness be removed. ആ വേദന അഴിയട്ടെ, The pains be removed. ആ മരണം അഴിയട്ടെ, The death be removed. ആ ദ്രവത്വം അഴിയട്ടെ. That decay be removed. യേശുവിന്റെ In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ In the നാമത്തിൽ name of Jesus. ആ ട്യൂമറുകൾ The മാറിപ്പോകട്ടെ, tumors be removed. ആ ട്യൂമറുകൾ The മാറിപ്പോകട്ടെ. tumors be removed. യേശുവിൻ In the നാമത്തിൽ name of Jesus. സൗഖ്യം നടക്കട്ടെ. There will be healing right now. ഹാർട്ട് സൗഖ്യമാകട്ടെ, Let the heart be healed. ലിവർ സൗഖ്യമാകട്ടെ, Liver be healed. പാൻക്രിയാസ് സൗഖ്യമാകട്ടെ, Pancreas be healed. യൂട്രസ് സൗഖ്യമാകട്ടെ. Uterus be healed. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of
എല്ലാ Jesus. ട്യൂമറുകളും Every മാറിപ്പോകട്ടെ. tumors be removed. അവിടെ വെളിച്ചം Let ഉദിക്കട്ടെ. the light arise in that place. വെളിച്ചം ഉദിക്കട്ടെ. Let the light arise in ജീവൻ that place. വെളിപ്പെടട്ടെ. Let the life remain in that place. ഹൃദയത്തിലുള്ള ഭാരങ്ങൾ The മാറിപ്പോകട്ടെ. burdens of the heart be removed. നിരാശ മാറിപ്പോകട്ടെ. Depressions be removed. ദുഃഖം മാറിപ്പോകട്ടെ. Every brokenness be removed. ഭീതി മാറിപ്പോകട്ടെ. Grief be removed. ഭയം മാറിപ്പോകട്ടെ. Fear be removed. യേശുവിന്റെ In the നാമത്തിൽ, name of Jesus. യേശുവിന്റെ In the നാമത്തിൽ name of Jesus. എല്ലാ നിരാശയും മാറിപ്പോകട്ടെ. Every depressions be removed. അവിടേക്ക് ദൈവത്തിന്റെ മഹത്വം And നിറയട്ടെ. the glory of God fill in that place. വെളിച്ചം ഉദിക്കട്ടെ. Let the light arise in that place. നിങ്ങളുടെ ഉച്ച മുതൽ പാദം വരെ ദൈവത്തിന്റെ തീ കത്തട്ടെ. From the head to the feet, let the fire of God burn നിങ്ങൾ in you. ദൈവത്തിന്റെ അഗ്നിയെ ചുമക്കുന്നവരാകട്ടെ. Let you become a person bearing the fire of God. ദൈവത്തിന്റെ ഗ്ലോറിയെ ചുമക്കുന്നവരാകട്ടെ. That you become the carriers of the glory of God. ദൈവത്തിന്റെ കാബോദിനെ ചുമക്കുന്നവരാകട്ടെ. That you become carriers of the kabod of ഷെക്കീന God. ഗ്ലോറി നിങ്ങളുടെ കൂടെ വസിക്കട്ടെ. Let the Shekinah glory dwell within you. നിങ്ങളുടെ ഭവനങ്ങളിൽ വസിക്കട്ടെ. Let it dwell within your home. നിങ്ങളുടെ കൂടാരങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ ഷെക്കീന ഗ്ലോറി വസിക്കട്ടെ. Let the Shekinah glory dwell in your homes. നിങ്ങളുടെ വാഹനങ്ങളിൽ ഷെക്കീന ഗ്ലോറി Let വസിക്കട്ടെ. the Shekinah glory dwell in your ദൈവത്തിന്റെ vehicles. കാബോദ് നിങ്ങളിൽ നിറയട്ടെ. Let the kabod of God fill in you. നിങ്ങളുടെ സാമ്പത്തിക ശാപങ്ങൾ തകരട്ടെ. Every financial curse be removed. സാമ്പത്തിക ശാപങ്ങൾ തകരട്ടെ. Every financial curse be removed. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. പാരമ്പര്യമായി വരുന്ന സകല ശാപങ്ങളും തകരട്ടെ. We break every inherited sin. അവിടേക്ക് ദൈവത്തിന്റെ ജീവനെ നിറയ്ക്കുന്നു. The life of God be filled in that ശക്തിയെ place. നിറയ്ക്കുന്നു. We feel the power of God in that ദൈവത്തിന്റെ place. വെളിച്ചം നിറയ്ക്കുന്നു. The light of God fill in that ജീവനെ place. നിറയ്ക്കുന്നു. The life fill in that place. തേജസ്സിനെ നിറയ്ക്കുന്നു. We fill in that place with നിങ്ങൾ the light. സൗഖ്യമാകട്ടെ. You be healed right now. വിടുവിക്കപ്പെടട്ടെ. Be delivered right now. പിതാവേ, നിന്റെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. Father, we bless your people together. ഇന്ന് കേട്ട വചനത്തിന് സൗഖ്യമാകട്ടെ. Let them be healed by this word. അവർ വിടുവിക്കപ്പെടട്ടെ. Let them be delivered. ദൈവത്തിന്റെ തേജസ് അവരിൽ Let വർദ്ധിക്കട്ടെ. the glory of God fill in them. തേജസ്സിന്മേൽ തേജസ് Let the വർദ്ധിക്കട്ടെ. glory be increased upon glory. യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി Let them തീരട്ടെ. be conformed to the image of Jesus. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി Let them തീരട്ടെ. receive glory upon glory and conform to the image of Jesus. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നിന്റെ ജനത്തെ ഒരുമിച്ച് I അനുഗ്രഹിക്കുന്നു. bless your people in the name of Jesus. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, Amen. ആമേൻ. ദയവായി ഇരുന്നാട്ടെ. Please be seated. തുടർന്ന് അനൗൺസ്മെന്റും ഫൈനൽ